അപ്പൊ പുതിയതാ ഇപ്പൊ കെട്ടാൻ പോണതാ. അതെ എന്നാ അങ്ങനെ ഒരു കാര്യം ചെയ്യാവോ? ഈ നമുക്ക് ആ ചേട്ടന്റെ വീട്ടുപേരെന്ന് അങ്ങോട്ട് മാറ്റിയാലോ? സോളാർ കുടുംബം അങ്ങോട്ട് ആക്കിയാലോ നമുക്ക്? എന്റെ പേര് ബിജുരാദാസൻ എന്നാണ്. അല്ല പിന്നെ നീ ഇങ്ങനെ എന്റെ ചേട്ടൻ ഇവിടെ മാന്യതയോടെ പരിപാടി നടത്തുക. നിങ്ങൾ മദ്യപാനികൾ എല്ലായിടത്തും പ്രശ്നമാണല്ലോ. ചങ്കിക്കൊള്ള വർത്താനം പറഞ്ഞത് മദ്യപാന കുടിയന്മാർ അലമ്പാണെന്നാ. എടാ റേഷൻ കടന് മുമ്പിൽ ചെന്ന് അവിടെ ലഹളയാണ് ബഹളമാണ് ക്യൂ ആണ്. മാവിലസ്റ്റോറിന് മുമ്പിൽ ചെന്ന് അവിടെ ലഹളയാണ് ബഹളമാണ് ക്യൂ ആണ്. അതൊക്കെ ഞങ്ങളുടെ ഓഫീസിന് മുമ്പിലേക്ക് വാ. ഓഫീസാ? എടാ ഞങ്ങളുടെ ക്ഷേത്രം. ക്ഷേത്രം? എടാ ഞങ്ങളുടെ പള്ളി. പള്ളിയാ? എടാ ബിവറേജ് കോർപ്പറേഷൻ. അവിടെ ഞങ്ങളിത് ഇങ്ങനെ അങ്ങനെ ക്യൂ നിന്ന് അകത്തേക്ക് പോകുമ്പോ അകത്ത് എമ്മമാര് വിളിച്ചു പറയും, ചില്ലറയുണ്ടെങ്കിൽ വന്നാ മതി, ഇല്ലെങ്കിൽ നാളെ വാ. അപ്പൊ തന്നെ ഞങ്ങള് പറയും, ചില്ലറ തരാമേ, എത്ര വേണമെങ്കിൽ തരാമേ, കയ്യും കാലും പറിച്ചിട്ട് പാടില്ലേ എന്നും പറഞ്ഞ് സാധനം മേടിക്കണം. ഞങ്ങള് കുടിയന്മാർ അലമ്പാണ് ബഹളമാണ് ലഹളയാണല്ലേ. അവന്റെ കറക്റ്റ് കാര്യമല്ല പറഞ്ഞത്. കറക്റ്റ് കാര്യം. വെറുതെ മദ്യപിച്ച് നിങ്ങളെ മദ്യപാനികൾ എല്ലായിടത്തും പ്രശ്നമെന്നുള്ള കാര്യം. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആ മുല്ലപ്പെരി അണക്കെട്ടിന് എന്തെങ്കിലും വേണ്ടി ചെയ്യാൻ പാടില്ലേ? അവിടെ പോയി വല്ല സമരം ചെയ്യാൻ പാടില്ലേ? അയ്യോ മുല്ലപ്പെരി അണക്കെട്ടിനെതിരെ സമരം ചെയ്തിട്ടോ ധർണ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എന്താ അതിനൊരു കോർപ്പറേഷൻ വിചാരിക്കണം. ഏത് കോർപ്പറേഷൻ? ലിബറേജ് കോർപ്പറേഷൻ. ലിബറേജ് കോർപ്പറേഷൻ? അതെങ്ങനെയാണ്? എടാ ഈ ലിബറേജ് കോർപ്പറേഷനുള്ള മദ്യം മുഴുവൻ കൊണ്ടുവന്ന് ഈ മുല്ലപ്പെരി അണക്കെട്ടി കൊണ്ട് തട്ടണം. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരെ നൂറ്റി അങ്ങ് വിട്ടേക്കണം. വിത്തിൻ 3 സെക്കൻഡ് 3 നിമിഷം കൊണ്ട് മുല്ലപ്പെരി അണക്കെട്ട് മരുഭൂമിയായി തിരിഞ്ഞു. മരുഭൂമി കുടിക്കും ഞങ്ങള്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് എന്താണ് ചേട്ടന്റെ കാര്യം? സ്ത്രീകളെ കുറിച്ചാ മെനക്കെട്ടവർക്കും എന്ത് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ആക്ഷേപിക്കരുത്. സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയാണോ അപ്പോഴത്തെ? എന്താ പ്രശ്നം? എന്താ അവരെ വസ്ത്രധാരണത്തിന്? അതറിയാൻ പാടില്ല. എടാ പണ്ടൊക്കെ സ്ത്രീകൾ ചുരിദാറിട്ടുകൊണ്ട് വരുമായിരുന്നു. ചുരിദാർ എന്ന് പറഞ്ഞ സാധനം ആണല്ലോ. ചുരിദാറിട്ടുണ്ട് കയറി വന്നു കഴിഞ്ഞാൽ അമ്മയെ പെങ്ങളെ പൊക്കോ ഇത്രേ പറയുള്ളൂ. ഇപ്പൊ ചുരിദാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പണ്ടൊക്കെ അത് ഇത്ര പറഞ്ഞു ചുരിദാറിന്റെ ഇറക്കം. അതിപ്പോ കേറി ഇവിടം വരിയായി. അന്റെ സൈഡിൽ ഒരു കീറ് അണ്ട് അതിനൊരു പേര് പട്ടിയാല. അത് ടാട്ടിയാല വേണ്ട. നമ്മൾ ആണുങ്ങൾ എന്നാണ് അറിയാണ്ടെന്ന് നോക്കിപ്പോയാലോ ഒറ്റപ്പിടുത്തോ ഏതാണ്ട് ആണുങ്ങൾ വലിച്ചു കയറിയ പോലെ. അപ്പൊ ഞങ്ങൾ ആണുങ്ങളുടെ കാര്യം ഉണ്ടല്ലോ, ആണുങ്ങളുടെ കാര്യം പറയാണ്ടിരിക്കാനുള്ള പേര്. അതെന്താ എന്നാ പണ്ടൊക്കെ അഡ്രവാസിയൊക്കെ പാൻറ് ഇട്ടോണ്ടിരുന്നത് ഇവിടെയാ. അതിപ്പോ ഇറങ്ങി ന്യൂ ജനറേഷൻ ഇവിടം വരിയായി. എന്തെങ്കിലും എടുക്കാനൊന്ന് കുനിഞ്ഞു കഴിഞ്ഞാലോ 50 പൈസ പണ്ണാരത്തിലോട്ട് തൊഴാൻ തോന്നുന്നു. അതാണ് ഇപ്പോഴത്തെ പാൻറ് ഇടിയിൽ. എന്റെ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ചേട്ടൻ ഇപ്പൊ മദ്യപാനിയാണല്ലോ? അല്ല ഞാൻ ഡീസന്റ് അല്ലേ. ആണോ? അതല്ല ഈ മദ്യം ചേട്ടൻ ഏത് മദ്യമാണ് കൂടുതൽ കഴിക്കുന്നത്? ബ്രാൻഡാണ്. ബ്രാൻഡ്. ചേട്ടൻ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. നിന്റെ കൂടെ കഴിച്ച കാര്യമാണോ ചോദിച്ചേ? മറ്റേ വേറെ ബ്രാൻഡ്. എടാ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് കല്യാണത്തിന് പോകണുണ്ടല്ലോ. പോകുമ്പോ നമ്മൾ മേടിച്ച് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മനസ്സിലായില്ല? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സാധനം മേടിച്ച് അടിച്ചാണ്ടല്ല ഇത് ഇങ്ങനെ കല്യാണത്തിന് പോകുന്ന വിചാരിച്ചു നമ്മള്. ഭാര്യയുടെ പുറകെ സുകുമാരന കല്യാണത്തിന് പോവുക. അതാണ് ഈ സാധനം. ഇങ്ങനെ ഡീസന്റ് ആയിട്ട് പൊക്കോളും. ഈ സാധനം കഴിച്ച് പ്രശ്നമില്ല. പിന്നെ മരണ വീട്ടിലൊക്കെ പോകാൻ നേരത്തിന് വേറൊരു ബ്രാൻഡ് ഉണ്ട്. അതേതാണ്? മരണ വീട്ടിലൊക്കെ പോകുന്ന പറഞ്ഞാൽ 60 രൂപയുടെ ഒരു പൈന്റ് കിട്ടും. അതിങ്ങനെ ചാത്തൻ സാധനം കുറുകുറുകുറുകുറാന്ന് പറഞ്ഞാൽ വലിച്ചങ്ങ് ഇറക്കാണ്ടല്ലോ, തൊണ്ടയൊക്കെ കത്തി എരിഞ്ഞ് അങ്ങ് പൊക്കോളും. അപ്പൊ കണ്ണീന്ന് അറിയാണ്ട് കിടുകിടാന്ന് വെള്ളം വീഴും. അങ്ങനെ അപ്പൊ അങ്ങനെ മരണ വീട്ടിൽ ഇങ്ങനെ പോയി നിന്നാണല്ലോ അടിച്ച വിഷമത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുമ്പോ കണ്ണീന്ന് വെള്ളവും പോകും, നമുക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഞാൻ മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിത് എങ്ങനെയാണ് എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല. ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ? ചേട്ടൻ ചോദിച്ചു സ്മോൾ അടിക്കാറുണ്ടോ? ഇല്ല. ഇല്ലെന്ന് അടിക്കാണ്ടോന്ന് ചോദിച്ചപ്പോ കള്ളച്ചിരി. അടിക്കാണ്ടോന്ന് ചോദിച്ചപ്പോ കൊഞ്ഞണം കൊത്തി കാണിക്കണം അവിടെ. അപ്പൊ എന്താണെങ്കിലും അടിക്കാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരറിവ് പറഞ്ഞു തരാം. ഈ മദ്യപാനെന്ന് പറഞ്ഞ രീതി എന്നാ സംഭവം അറിയോ? എന്താ? 6 സ്റ്റെപ്പ് കേട്ടോ അടിക്കുന്ന. അതവിടെ നിൽക്കട്ടെ, കാണാം. 6 സെറ്റപ്പാണ് ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ. മദ്യപാനം എന്ന് പറഞ്ഞാൽ 6 സെറ്റപ്പ്? അതെനിക്ക് മനസ്സിലായില്ല. കൊക്ക്, കാക്ക, ഭീമൻ, തുധിഷ്ഠിരൻ, കാക്ക, കൊക്ക്, ചെറുകിളി, ഭീമൻ, കുംഭകർണൻ, സതീഷിന്റെ മറ്റേ രുധിഷ്ഠിരൻ. അങ്ങനെ 6 പേര്. അതായത് ആദ്യമായിട്ട് നീ മദ്യപിക്കാത്ത ഒരാള് ആദ്യമായിട്ട് ബാറിന്റെ ഫ്രണ്ടിൽ ചെല്ലുന്നു. എങ്ങനെ? ബാറിന്റെ ഫ്രണ്ടിൽ ചെന്ന് ചിന്തി ഇങ്ങനെ ഒരു നോട്ടുവാ. ഇതെന്താ? കാക്ക ശത്രുക്കളെ നോക്കണം. അങ്ങനെയാണ്.
അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയിട്ട് ഒരു പെക്കം ഒഴിച്ചു വെക്കും. ഒരു പെക്കം ഒഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ നോട്ടുവാ. ഇതെന്താ എത്തി നോക്കണ കൊക്ക് ആരെങ്കിലും കാണണ്ടോന്ന്. കുളാന്ന് പറഞ്ഞ ഒറ്റ അടിയം കഴിച്ച പിന്നെ ചെറുകിളിയാ. കലവില 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 എന്ന് പറഞ്ഞ അങ്ങ് വർത്താനം പറയും. അതാണ് ചെറുകിളി. പിന്നെയാണ് ഭീമൻ. ഒരു 3 ആളിനെ അങ്ങ് അടിച്ച് കയറി കഴിയുമ്പോ പിന്നെ പുള്ളിക്കാരനെ കഴിഞ്ഞിട്ട് ആളില്ല. സാധനം കൊടുത്തങ്ങ് ഇറങ്ങാ. സോഡാ കുപ്പി അടിച്ചു പൊട്ടിക്കല്, കരക്കാരുടെ തലക്കടിക്കല്, അവരുടെ കയ്യിൽ നിന്ന് മേടിക്കല്, അടിച്ച് പൂക്കുറ്റിയായിട്ട് ബാറ് മുഴുവൻ തകർത്തും പോകും. അതാണ് ഭീമസേന. പിന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കുംഭകർണൻ. ഈ അടിയും ബഹളമൊക്കെ കഴിഞ്ഞാൽ അറിയാണ്ട് കിടന്ന് ഉറങ്ങിപ്പോവും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുള്ളൂ. പറയാൻ പറ്റില്ല, ഒരു ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ യുധിഷ്ഠിരന്റെ മറ്റേ യുധിഷ്ഠിരൻ. ഈ പുള്ളിക്കാരൻ സ്വഭാവം അറിയാൻ അറിയാണ്ട് പറ്റിപ്പോയത് ക്ഷമിക്കണം. ഇന്നലെ സംഭവിച്ചു പോയി, കള്ളു കുടിച്ചത്, സോറി, ക്ഷമിക്കണം. മാപ്പ് ക്ഷമ ചോദിക്കലാണ് പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി. അതാണ് മദ്യപാനത്തിന്റെ രീതി. ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസമുണ്ട്. നീയൊക്കെ എന്നെയൊക്കെ വെറുതെ കള്ളുടിയാൻ പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി. ഇവിടെ പെണ്ണുങ്ങൾ വന്നിരിപ്പുണ്ട്. പെണ്ണുങ്ങള് സീരിയലിന്റെ ഫ്രണ്ടില് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോ പെണ്ണുമ്പിള്ള കൊണകൊണെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. എന്താണ്? ഞാനും കൂടി അങ്ങ് കരഞ്ഞ്. എന്താ കാര്യം ചോദിച്ചപ്പോ അവള് പറയാ, കുങ്കുമപ്പൂവിലെ രുദ്രൻ മരിച്ചു പോയെന്ന്. അതാണ് സംഭവം. കുങ്കുമപ്പൂവിലെ രുദ്രൻ മരിച്ചാലാണ് അവളത് കരഞ്ഞത്. തെണ്ടിപ്പട്ടിയുടെ കൂടെ വെയിറ്റ് ചുറ്റി കിടന്ന് ഉറങ്ങിയിട്ട് എന്നെ നോക്കി അവള് കരഞ്ഞില്ല ഒരു കണ്ണീര്. അറിയാവോ? അങ്ങനെയുള്ളതാണ്. സീരിയലിന്റെ കാര്യം പിന്നെ പറയാണ്ടിരിക്കുക ഭേദം. അങ്ങനെ സ്ത്രീകൾ അങ്ങനെയൊന്നും പറയല്ലോ. സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞ ഉന്നത നിലയത്തിലാണ്. ഞാൻ പറയട്ടെ, അമേരിക്ക സ്ത്രീകൾ പ്ലെയിൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ എവിടെയാണ് ചൈനയിലെ സ്ത്രീകൾ എയറോപ്ലെയിൻ ഉണ്ടാക്കുക. അതുപോലെ നമ്മുടെ സ്ത്രീകൾ ഉണ്ടാക്കില്ലേ കേരളത്തിൽ. നമ്മുടെ സ്ത്രീകൾ ഉണ്ടാക്കണ്ട അച്ചപ്പം കൊള്ളപ്പവും കുടുംബശ്രീ വഴി. അതല്ല നമ്മളപ്പോ അങ്ങനെ സ്ത്രീകളൊന്ന് സ്ത്രീകൾ അങ്ങനെ നീ പോയിട്ട് പറയണ്ട. ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അതിന് മുമ്പ് വേറെ സെറ്റപ്പ് ഉണ്ടല്ലോ. രമണി ചേച്ചി, അളിയോ നിക്കളിയാ, അളിയും ബഹളം തക്കളിയാ. രമണി ചേച്ചി വന്നേ ചെയ്യോളൂ. ഞാനൊരു പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആവിഷ്കരിക്കുകയാണ്. ഗൾഫ്. ഹലോ, ഈ പ്രോഗ്രാം നടക്കണം. എടാ ഞങ്ങളുടെ നാട്ടിലെ പുരോഗം കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങളെ പ്രോഗ്രാം അല്ല. ഇത് നീ എല്ലാം വെളിച്ചപ്പാടാണോ ചൊമ്പൂട്ടും വന്നേച്ചും? ഇത് നടത്തണ ഈ പരിപാടി നീ നടത്താൻ വന്ന ആളാണോ? ഇവനെ നടത്തി വിടണോ അങ്ങോട്ട്? അകത്ത് കയറിപ്പോടാ, ഗെറ്റ് ഔട്ട്. പിന്നെ അല്ലാണ്ടില്ല എന്തെങ്കിലും അല്ല. പിന്നെ കറുത്തൊരു കൊഞ്ഞോട്ട സാധനം. ഒരു കാര്യമല്ല, വെറുതെ വയറും വീർപ്പിച്ചിട്ട് നടക്കുക. രമണി ചേച്ചിക്ക് വന്നം, ശാന്ത ചേച്ചി വന്നം, നമ്മളെ ഭവാനി അമ്മായി ഇങ്ങ് കയറി വന്നം. സ്ത്രീകൾക്കുള്ള ചെറിയൊരു പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗൾഫ് ഗോൾഡ് തരുന്ന മനോഹരമായൊരു സമ്മാനവും ഇന്നത്തെ നാട്ടിലെ താരം ആരാണെന്ന് കണ്ടെത്താനുള്ള ചെറിയൊരു പരിപാടിയാണ് നടത്താൻ പോകുന്നത്. ഗൾഫ് ഗോൾഡ് തരുന്ന മനോഹരമായ സമ്മാനം കൈപ്പറ്റുന്നതിന് വേണ്ടി 3 ചേച്ചിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഐ വാണ്ട് യു മൈ ഗേൾ. വരാൻ പറഞ്ഞപ്പോ തലക്കൈ കൊടുത്തോണ്ടിരിക്കാതല്ല. വിളിക്കളിയാ, അവിടെ ഇരിക്കളിയാ. നീ വന്നേ ഇങ്ങോട്ട്. ശാന്ത ചേച്ചി ഇങ്ങനെ കയറി വന്നേ. ഒരു മനുഷ്യനും വരൂല്ലേ? എടേ സുനിതാണ് ഓട്ടോ വിളിച്ച് വരാനുള്ള ദൂരത്താ പോയിരിക്കണേ. പിന്നെ എങ്ങനെയാ വന്നെ? നീ വന്നേ ഇങ്ങോട്ട്. ആ തോർത്ത് ചമ്പരപ്പടി ഇട്ടിരിക്കണ ഇതെന്നാ തലയിൽ വാരി ഇട്ടേക്കണത്? അമ്മച്ചിക്ക് നാണാവണോ? അമ്മച്ചീനെ കയറി വന്നേ. കമ്മിറ്റിക്കാരന് കയറ്റി നമ്മുടെ അമ്മച്ചീനെ. നമ്മുടെ ഇന്നത്തെ നാട്ടിലെ താരം ഈ സ്പോട്ടിൽ വെച്ച് ഗൾഫ് ഗോൾഡ് തരുന്ന മനോഹരമായ സമ്മാനം കൈപ്പറ്റി പോകുന്നതിനായി ചെറിയൊരു പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിനാണ് റോക്കറ്റ് കിട്ടുമോ? നീ വന്നേ, കയറി വന്നേ ഇങ്ങോട്ട്. എന്നെ പഴയ സ്വഭാവം പഠിപ്പിക്കരുത്. കയറി അങ്ങോട്ട്. നീ വന്നേ ഇങ്ങോട്ട്. 500 കൊടുക്കാനാ? ഞാൻ പറഞ്ഞാൽ കിട്ടൂല 500 രൂപ. പിന്നെ നീ വന്നേ ഇങ്ങോട്ട്. രമണി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചെങ്കിൽ നാട്ടിലെ താരത്തിനെ കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ സ്ത്രീകളുടെ ധൈര്യമാണ് ഇവിടെ കാണാൻ പോകുന്നത്. വന്നേ. ഒരു മനുഷ്യനെ ഇവിടെ കിടന്ന് കനകരാൻ പറ പോയി. അളിയഞ്ഞ് കയറി വന്നടാ. അപ്പൊ അവൻ കൈ ഓടിക്കാറായി. അധികം വെച്ച് കിട്ടി അവൻ കൂടി മാറ്റിക്കൂടെ. ഇപ്പൊ അവനും നാണായി. അപ്പൊ നല്ലൊരു കൈയടി ആ താരത്തിന് നമുക്ക് സമ്മാനിക്കാം. അതെ, വേദിയിലേക്ക് 3 നവമിഥുനങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രായഭേദമന്യേ ആരും കയറി വരാനുള്ള ചെറിയൊരു സെഗ്മെന്റ്. ചേട്ടാ, രാഘവൻ ചേട്ടാ, ഇങ്ങനെ തല തുണിയിട്ടിരിക്കണ. വാ ഇങ്ങോട്ട് കയറി വാ.
അങ്ങോട്ട് കേറിയുന്നു. കൈ പിടിക്കണം. ഇവിടെ കേട്ടോ. രണ്ടുപേരും പെട്ടെന്ന്. ഒരാൾ അയത്തേക്കിട്ട് കയറി പറയാനുള്ളൂ. ആ ഓക്കെ. സുകുമാരൻ ചേട്ടൻ വന്നു. സുകുമാരൻ ചേട്ടൻ ചൊമ്പ് തോർത്ത് തലയിൽ തന്ന ആള്. അത് മാറ്റിയോ? ഈ ഷർട്ട് പഴയതാണെന്നുള്ളോ? തൂങ്ങി കിടക്കാനുള്ളത് വലിയ. അതെ. ആ വന്നല്ല വല്ലമാല. കയറി പോയി അങ്ങോട്ട് ഗെറ്റൗട്ട്. ഓ ചാടി കയറി. ഓ ഇത്ര പൊക്കമുണ്ടോ? ഇവിടെ ഇങ്ങോട്ട് നേരുന്നു. നമ്മുടെ ചെറിയ നാട്ടിലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ നമ്മുടെ അടിപൊളി പരിപാടി. അപ്പൊ എന്താണ് ഈ നാട്ടുകാർക്ക് വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. പേര് അജിത്ത്. അജിത്ത് തമിഴ്നാടനല്ലോ അല്ലേ? പേര് ഷിബു. ഓ ഷിബു പിപ്പി. പേര് രാഹുൽ. രാഹുൽ. ഇത്രയും പ്രായമായ ആൾക്കാർക്കില്ല ഇത്രയും പേസ്. എന്നടാ പേ തിന്നണം. അപ്പൊ എന്താണെങ്കിലും രാഹുലും ഷിബുവും അയത്തൂടെ ഉണ്ട്. നമുക്കറിയാമോ ചുമ്മാ പറ്റിക്ക. അപ്പൊ എന്താണെങ്കിലും 3 പേരോടെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു രസകരമായ ഒരു ഗെയിമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ വിജയിക്കുന്ന ഇന്നത്തെ വിജയിക്ക് ഈ നാട്ടിലെ താരത്തിനെ കണ്ടുപിടിക്കാനുള്ള ഒന്നും ഉണ്ടായില്ല. ഇവിടെ ഒരു കാര്യം പറയിപ്പിക്കില്ല. ഓക്കറെ നിന്നെ കണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും തുടങ്ങാണ് പരിപാടി. നിസ്സാരപ്പെട്ടൊരു ഗെയിമാണ്. ഒരു വാക്ക് പറയും. ആ വാക്ക് തെറ്റാതെ 3 പ്രാവശ്യം സ്പീഡിൽ അങ്ങ് പറഞ്ഞേക്കണം. പോലെ അവിടെ നിന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന്. ചുമ്മാ പതുക്കെ പറയാൻ പറ്റില്ല. മൈക്കിൽ ഒച്ചട്ടേക്കുക. അപ്പൊ എന്താണെങ്കിലും ഒരാവിടെ ഉണ്ടോ? ചേട്ടന് പകരം ആ ചേട്ടന് അല്ല, ആ ചേട്ടന് പകരം ഈ ചേട്ടൻ. പേരൊന്നും ഇപ്പൊ ദീപു. അപ്പൊ ദീപുവും ഒരാൾ പോയി ക്വിറ്റ് ചെയ്ത് പോയി. ക്വിറ്റിന്റെ കാരണമാണോ? ഷിബു ക്വിറ്റിംഗ്. അപ്പൊ ഷിബു പേരിട്ടേക്കാം. അപ്പൊ ഇതാണ് സംഭവം. ഒരു വാക്ക് പറയും. ആ വാക്ക് തെറ്റാതെ 3 പ്രാവശ്യം സ്പീഡിന് പടക്കെ പറയണം. തെറ്റിക്കാൻ പറ്റില്ല. ഡേഞ്ചർ സോൺ ഇല്ല. ടക്ക് ഔട്ടാക്കും. തുടങ്ങാം. അപ്പൊ നിസ്സാരപ്പെട്ടൊരു വാക്കാണ്. മുണ്ടയിച്ചിട്ടളിയാ. നിസ്സാരപ്പെട്ടൊരു വാക്കാണ്. ചെറിയൊരു വാക്ക് ശ്രദ്ധിക്കുക. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അപ്പൊ എന്താണെങ്കിലും കൂട്ടുകാർ പറഞ്ഞ് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ചെറിയൊരു വാക്ക്. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. 3 പ്രാവശ്യം തെറ്റാതെ സ്പീഡിന് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കി. ഒരു കുഴപ്പമില്ല. മണിയായ മണിയുടെ പേര് മണി പണി മണല് പണി. 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 നല്ലൊരു കൈയടി നമ്മുടെ ഈ ഷിബുവാസ. എന്നാ പേര്? രാഹുൽ. ഓ രാഹുലിന് കൊടുക്കാം. പേര് മണി പണി മണല് പണി. നിസ്സാരമായിട്ട് രാഹുൽ പറഞ്ഞിരിക്കുകയാണ്. ആ വാക്ക് തന്നെ പറയാൻ നമ്മൾ കാത്തുകെട്ടി കച്ചകെട്ടിയിരിക്കുകയാണ്. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. എന്നെ കൊണ്ടൊക്കില്ല. ക്വിറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞേക്കില്ലേ? കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. അടൂർ ഗോപാലകൃഷ്ണന്റെ ആരെങ്കിലും ആണോ? അവാർഡാണല്ലോ അടിച്ചു കയറ്റിവിടുന്നത്. സ്പീഡിൽ പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. 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 കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ. അമ്പട കേമ സണ്ണി കുട്ട. ഏഴില്ല തളിരില്ല തെളിരില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും പോവാണോ? അല്ല ആളിന് സമ്മാനം വേണ്ട. അവിടെ കൊണ്ട് രാഹുലിന് കൊടുത്തുകൂടാ സമ്മാനം. ഞാൻ നമ്മുടെ അമ്പല ഭാരവാഹി നമ്മുടെ അമ്പല ഭാരവാഹി നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഈ ചേട്ടൻ സമ്മാനിക്കുന്നതാണ്. നല്ലൊരു കയ്യടി സമ്മാനിക്കുക. വിജയിക്ക് ഒരു സമ്മാനം കൂടി. ഗൾഫ് ഗോൾഡ് തരുന്ന മനോഹരമായ മറ്റൊരു സമ്മാനം. ഗോൾഡ് സമ്മാനം അവിടെ രാഹുലിന്. ഓക്കെ, നല്ലൊരു കയ്യടി വിജയികൾക്ക് സമ്മാനിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ അമ്മച്ചേ, നീ വരാവോ? കയറി വരാവോ? ഗൾഫ് ഗോൾഡ് തരുന്ന മനോഹരമായ സമ്മാനം
രണ്ടുപേരും കൂടി ചേട്ടനാ ഇപ്പൊ ഞാൻ വന്നി ഒരു വാക്ക് പറയാ, ആ വാക്ക് തെറ്റാതെ പറയോ? പറയില്ല. നല്ല അനുസരണയുള്ള മകൻ. പേരെന്നാ? പേരെന്നാന്ന് വെച്ചപ്പോ ചൂടൻ പഴംപൊരി കാണിച്ചവരെയാണല്ലോ കൊണ്ടുപോകണം. പേരെന്നാ? ഹലോ. ഹലോയോ? ഹലോ എന്നാ പേര്? സരോജിനി. സരോജിനി ചേച്ചി ഒരു വാക്ക് പറയാവോ? കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. അത് ശരിയാണ്. എന്നാണെങ്കിലും നമ്മുടെ രമണി ചേച്ചി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി എന്ന് പറയും. ആര് പറയും? കൈവക്ക് ഗൾഫ് ഗോൾഡ് തരുന്ന മനോഹരമായ സമ്മാനം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. നോക്കിയേ, സമ്മാനവുമായിട്ട് അടുത്തേക്ക് വന്നേക്കുക. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കരളി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി എന്ന് പറഞ്ഞു ചേച്ചി. അങ്ങോട്ട് വന്ന എന്നെ വിടൂല്ല, എനിക്കറിയാതെ. അങ്ങോട്ടും വരില്ല. നിനക്ക് ബിസ്ക്കറ്റ് തന്നെ എന്റെ വാശിനോട് തീർത്തല്ല. രണ്ട് പേര് പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ പെട്ടെന്ന് ഗൾഫ് ഗോൾഡ് എന്ന മനോഹരമായ സമ്മാനം. പെട്ടെന്ന് നമ്മുടെ പരിപാടി പടക്കെ തീർക്കാനുള്ള പരിപാടി. ബിസ്ക്കറ്റ് അല്ല, ബിസ്ക്കറ്റിന്റെ ആളല്ല, അതല്ല, വന്നവൻ തന്നെ വരില്ലേ. അയ്യോ, രണ്ടുപേര് വാ വാ വാ, കയറി വാ, പെട്ടെന്ന് വാ. ഇനി അതല്ല കേട്ടോ, ഇനി വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാട്ടമല്ല, വേറെ നിസ്സാരപ്പെട്ടൊരു ഗെയിമാണ്. പെട്ടെന്ന് കയറി വാ. വാ സുനീഷ് മാമ്പ, രണ്ടുപേര് കയറുള്ള പേടേ പേടേ, പെട്ടെന്ന് വാ. അപ്പൊ നമുക്ക് ഗാനമേളയിലേക്ക് കിടക്കാം. അതാണ് നല്ലത്. മുഹമ്മദ് കയറി വാ. മുഹമ്മദ്, മുഹമ്മദിന് ചേട്ടാ പരിപാടി എടുത്തേക്കോ. അളിയ ഗാനമേള നടത്താല്ലേ? അത്ര ഉള്ള അളിയ ബിസ്ക്കറ്റ് ചായ വേണം, അല്ലല്ലേ കുഴപ്പം. അളിയ തുടങ്ങിക്കളിയ. രണ്ടുപേരും വരുമല്ലോ പിണങ്ങി. നല്ലൊരു കയ്യടി രണ്ടുപേർക്കും കൊടുക്കാം. പിടിച്ചു വലിച്ചു വടംവലി പോലെ രണ്ടുപേരും കരുവാളിയാ. നമ്മുടെ പിള്ളേരല്ലേ. പിന്നെ അല്ല, ഇത്ര കാര്യം വിളിച്ചു വെച്ചാൽ ആരും പറ്റില്ലെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങോട്ട് നോക്കിയെന്നോ. പേരെന്നാ? അരുൺദേവ്. അരുൺദേവ്. അഖിൽ. അഖിൽ. അപ്പൊ അത്രേ ഉള്ളൂ. രണ്ടുപേര് വന്നിട്ടുണ്ട്. ഇനി നീട്ടേണ്ട കാര്യമില്ല. ചെറിയൊരു കണക്കിലെ കളികൾ എന്നാണ് ഇതിന്റെ പേര്. കണക്ക് അരച്ച് കളി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിസ്സാരപ്പെട്ട കളിയാണ്. റെഡി? 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അക്കം എത്രയാണ്? 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അക്കം എന്താ? 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അക്കം എത്രയാണ്? 1 2 3 4. 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അക്കം എന്തോയോ കേൾക്കാൻ പാടില്ലേ? പറയടാ. എന്താ ഇവനല്ലാതെ വേറെ അറിയുമുണ്ടോ അവിടുന്ന്? അവനറിയാൻ പാടുന്നു. 1 കഴിഞ്ഞ നെക്സ്റ്റ് അക്കം 2 2. അങ്ങനെയല്ലേ പരിപാടി? അതന്നെ. 2 കഴിഞ്ഞ 3 കഴിഞ്ഞ ഇതെന്റെ 4 പഠിപ്പിക്കാൻ വിളിച്ച. അപ്പൊ പിന്നെ അവൻ പറയൂല്ലേ, നീ അവനോട് പറയണ്ടേ? എന്നാ 4. അപ്പൊ എന്താണെങ്കിലും റെഡി 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 2 ആണ് നമ്മൾ പറയണത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. റെഡി 1 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയരുത്, 2 എന്ന് പറയണം. 2 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയണം. 3 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയണം. 4 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയണം. മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം. ഈ നാട്ടിലെ താരത്തെ കണ്ടുപിടിക്കാനുള്ള അഖിലായിരിക്കും ഇന്നത്തെ ഇവിടുത്തെ താരമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എന്തായാലും അഖിലൊന്ന് പറഞ്ഞു നോക്കാം. റെഡി? 1 2 2 3 4
എലി പോലെ വന്നവൻ പുഴ പോലെ പോയി എന്ന് പറഞ്ഞ പോലെ. പ്രിയമുള്ളവരെ, എന്താണെങ്കിലും ഇന്നത്തെ നാട്ടിലെ താരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത ഗാനത്തിലേക്ക് കിടക്കുകയാണ്. അവൻ ചമ്മിപ്പോയി. അടുത്ത പാട്ടളിയാ, എന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. Gangnam Style. Gangnam Style. 나체눈다 사로운 닌가 저긴 여자 커피 한 잔에 열을 아는 풀거 이놈 여자 밤이 오면 심장이 돌감아지는 여자 이런 반전 있는 여자 나는 사랑해 낮에는 고마움다 사로운 그 사랑해 꽃빛이 피어더니 모차대를 사랑해 밤이 오면 심장이 라자바리 사랑해